ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതാ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. അന്ത്യനാൾ വളരെ അടുത്തു കഴിഞ്ഞു, അന്ത്യനാൾ അടുത്തു കഴിഞ്ഞു. വൻശഖൽ ഖമർ, വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു, ചന്ദ്രൻ പിളർന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രമല്ല ആ സംഭവത്തെ കുറിച്ച് ബാക്കി ഖുർആൻ എന്താ പറയുന്നത്? സൂറത്തുൽ ഖമർ, ഇതേ പേരിൽ തന്നെ അൽ ഖമർ എന്ന പേരിലുള്ള അധ്യായത്തിന്റെ 1ഉം 2ഉം ആയത്തുകളാണ് നിങ്ങൾ കേട്ടത്. അതാ ഒന്നാമത്തെ ആയത്തിൽ പറയുന്നു ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. രണ്ടാമത്തെ വചനത്തിൽ എന്താ പറയുന്നത്? വഇൻ യറൗ ആയതൻ യുരിദു വയഖൂലു സിഹ്റുൻ മുസ്തമിർ. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ എന്ന് പറഞ്ഞിട്ട് പറയാണ് വഇൻ യറൗ ആയതൻ യുരിദു. അവർ എന്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും യുരിദു, അവരതാ അവഗണിക്കുന്നു, തിരിഞ്ഞു കളയുന്നു. കാഫിറുകളുടെ സ്വഭാവം പറയുകയാണ്, മുശ്രിക്കുകളുടെ സ്വഭാവം പറയുകയാണ്. അവരെന്ത് ദൃഷ്ടാന്തം കണ്ടാലും തിരിഞ്ഞു കളയുന്നു. വയഖൂലു, അവര് പറയുകയും ചെയ്തത് എന്താണ്? സിഹ്റുൻ മുസ്തമിർ, തുടർന്ന് വരുന്ന അതല്ലെങ്കിൽ നിലനിൽക്കുന്ന ജാലവിദ്യ തന്നെ, സിഹിർ മാത്രമാണിത്, ഇതിൽ പെട്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരതിനെ തള്ളിക്കളഞ്ഞു. നിങ്ങൾ നോക്കൂ, അന്ത്യനാള് സംഭവിച്ചു, അന്ത്യനാള് സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ലക്ഷണമായി തന്നെയാണ് ചന്ദ്രന്റെ പിളർപ്പിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അന്ത്യനാള് സംഭവിക്കുമ്പോ സൂര്യഗോളത്തിന് എന്ത് സംഭവിക്കും? ചന്ദ്രൻ എന്ത് സംഭവിക്കും? താരങ്ങൾക്ക് എന്ത് സംഭവിക്കും? ആകാശലോകത്തിന് എന്ത് സംഭവിക്കും? ഭൂമിക്ക് എന്ത് സംഭവിക്കും? പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ സമുദ്രങ്ങൾക്ക് എന്ത് സംഭവിക്കും? കാട്ടിലെ വന്യമൃഗങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒട്ടേറെ ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായിക്കൊണ്ട് ഇതൊക്കെ വിശ്വസിക്കാൻ മനുഷ്യ നിനക്ക് പ്രയാസമുണ്ടോ? എങ്കിലിതാ അതാ ആകാശത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുമോ? സൂര്യൻ അങ്ങനെ സംഭവിക്കുമോ? ചന്ദ്രൻ അങ്ങനെ സംഭവിക്കുമോ എന്നൊന്നും നീ ആശങ്കപ്പെടേണ്ടതില്ല. അതാ മുമ്പേ തന്നെ ഒരു ദൃഷ്ടാന്തം കഴിഞ്ഞുപോയി. വൻശഖൽ ഖമർ, ചന്ദ്രൻ 2 പിളർപ്പായി. ചന്ദ്രൻ 2 പിളർപ്പാകെ ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ചന്ദ്രൻ പിളരുകയോ? അത് സംഭവിക്കുകയില്ല. യുക്തിവാദിക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല. യുക്തിവാദികളുടെ ലൈന് സ്വീകരിച്ച മതയുക്തിവാദികൾക്കും സമ്മതിക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ, ധാരാളക്കണക്കിന് പ്രഗത്ഭരായ സ്വഹാബി വര്യന്മാരിലൂടെ വളരെ കൃത്യമായ നിലക്ക് ഇമാം ബുഖാരിയെ പോലെയുള്ള, ഇമാം മുസ്ലിമിനെ പോലെയുള്ള റഹിമഹുമല്ലാഹ്, അവരെ പോലെയുള്ള പ്രഗത്ഭരായ മുഹദ്ദിസീങ്ങൾ, അതുപോലെ തന്നെയുള്ള ഒട്ടേറെ ഹദീസ് പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിലതാ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായ മുഅ്ജിസാത്തുകളെ സംബന്ധിച്ചു പറയുന്നിടത്തും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ ഈ ചന്ദ്രൻ പിളർന്ന സംഭവം എടുത്തുദ്ധരിക്കുന്നുണ്ട്. ചന്ദ്രൻ പിളരുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ചന്ദ്രൻ പിളർന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇൻശഖൽ ഖമറു അലാ അഹ്ദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശിഖൈൻ فقال رسول الله صلى الله عليه وسلم اشهدوا اشهدوا رواه مسلم رحمه الله. ഖമർ, ചന്ദ്രൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പിളർന്നു. ബിശിഖൈനി, 2 പിളർപ്പായി എന്നാണ്. മലയുടെ 2 ഭാഗങ്ങളിലേക്ക്, അതിനിടയിലൂടെ ഹിറാമല കാണുന്ന നിലക്ക്, പർവ്വതം കാണുന്ന നിലക്ക് 2 ഭാഗങ്ങളിലേക്കായി ചന്ദ്രൻ പകുതിയായിക്കൊണ്ട് പിളർന്നു മാറി. ഇത് ഈ രംഗം കാണുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ളവരോട് പറയുകയാണ്, ഇഷ്ഹദൂ ഇഷ്ഹദൂ, കണ്ടു മനസ്സിലാക്കൂ, ഇതാ സാക്ഷിയായിക്കൊള്ളൂ, നന്നായി കണ്ടോളൂ, നന്നായി സാക്ഷികളായിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവരോട് പറയുകയുണ്ടായി എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഇമാം ബുഖാരിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ രംഗം കണ്ടപ്പോ മുശ്രിക്കുകൾ പറഞ്ഞു,
മുഹമ്മദ് എല്ലാവരെയും ജാലവിദ്യ കൊണ്ട് മയക്കാൻ സാധിക്കുന്ന ഒരാളാണ്. ജാലവിദ്യയും കുതന്ത്രവും ഒക്കെ ചെയ്തിട്ട് ചെപ്പടി വിദ്യകൾ കൊണ്ട്, മാജിക്കുകൾ കൊണ്ട് ആളുകളെ വശീകരിക്കാൻ മുഹമ്മദിന് കഴിയും. പക്ഷെ എല്ലാവരെയും വശീകരിക്കാൻ കഴിയൂലല്ലോ. എന്നിട്ട് അവര് പറഞ്ഞു, ഹാദാ സിഹ്റുൻ സഹറകും ഇബ്നു അബീ കബ്ശ, അബൂ കബ്ശയുടെ മോൻ നിങ്ങൾക്ക് ചെയ്ത രൂപത്തിലുള്ള ഒരു സിഹറാണിത്. അബൂ കബ്ശയുടെ ജാലവിദ്യയിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണ്. അബൂ കബ്ശത്ത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചുകൊണ്ടെന്ന് തരം താഴ്ത്തിക്കൊണ്ട് മുശ്രിക്കുകൾ പ്രയോഗിച്ചിരുന്ന വാക്കാണ്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചെറുപ്പത്തിൽ അതാ മുലയൂട്ടാൻ വേണ്ടി ഹലീമത്തു സഅദിയ, ആ ഹലീമത്തു സഅദിയ എന്ന മഹദിയുടെ സമീപത്തേക്കല്ലേ നബി തങ്ങളെ മുലയൂട്ടാൻ ഏൽപ്പിച്ചിരുന്ന, മുലയൂട്ടിയ ഒരു മാതാവല്ലേ ആ ഹലീമ എന്ന് പറയുന്ന മഹദിയുടെ ഭർത്താവിന്റെ പേരായിരുന്നു അബൂ കബ്ശ. അതുകൊണ്ട് ഹലീമത്ത് എന്ന മഹദി അതാ പാല് കൊടുത്ത് വളർത്തിയ മോനെന്ന നിലക്ക് ആ ഹലീമയുടെ ഭർത്താവിലേക്ക് ചേർത്തുകൊണ്ട് അബൂ കബ്ശയുടെ മോനാണെന്ന് പരിഹാസപൂർവ്വം മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. എന്നിട്ട് അതിനെ പറ്റിയാണ് ഈ പറയുന്നത്. ആ അബൂ കബ്ശന്റെ മോൻ നിങ്ങൾക്കിതാവിടെ സിഹിർ ചെയ്തിരിക്കുകയാണ്, അവന്റെ ജാലവിദ്യയിൽ പെട്ടുപോകരുത്. അതുകൊണ്ട് എല്ലാവരെയും അവന് എല്ലാ കാലത്തും പറ്റിക്കാനാവില്ല. നമ്മളേതായാലും അവന്റെ ജാലവിദ്യയിൽ ഇപ്പോൾ പെട്ടിട്ടുണ്ട്. പക്ഷേ വരാൻ പോകും പിന്നീടെത്തുന്ന യാത്രക്കാരെ നമുക്കൊന്ന് നോക്കാം. മറ്റ് ദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന ആളുകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. നിങ്ങൾ ഈ കണ്ടതുപോലെയൊക്കെ അവരും കണ്ടു എന്നവർ സാക്ഷി പറയുകയാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞത് സത്യസന്ധമായിരിക്കും. മുഹമ്മദ് പറഞ്ഞത് സത്യസന്ധമായിരിക്കും. എന്നാ മുശ്രിക്ക് അതിൽ ഉറച്ചു നിന്നോ? കാഫിറുകൾ അതിൽ ഉറച്ചു നിന്നോ? ഇല്ലല്ലോ. അതേ ചരിത്രത്തിൽ കാണാം, ഫമാ ഖദിമ അലൈഹിം അഹദുൻ ഇല്ലാ അഖ്ബറഹും ബിദാലിക. അവരിൽ അടുത്തേക്ക് ഏത് നാട്ടുകാർ വരുമ്പോഴും അവർ ചോദിക്കുമ്പോഴും അവരൊക്കെയും പറയുന്നു, ഞങ്ങളും കണ്ടല്ലോ, ഞങ്ങളും അതനുഭവിച്ചല്ലോ എന്ന് പറയുന്നു. പക്ഷേ ഈ ധിക്കാരികൾ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, എന്ത് ദൃഷ്ടാന്തങ്ങൾ പച്ചയായി കണ്ണിന്റെ മുമ്പിൽ അങ്ങ് കണ്ടാലും അതൊക്കെ ജാലവിദ്യ തന്നെ എന്നും പറഞ്ഞ് അവഗണിക്കലായിരുന്നല്ലോ അവരുടെ പതിവ്. ഈ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കൂ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ഈ കാര്യം ജനങ്ങളുടെ മുമ്പാകെ സാക്ഷിയാക്കിക്കൊണ്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിലൂടെയുള്ള സൂചനകൾ പല മഹാന്മാരും രേഖപ്പെടുത്തിയത് കാണാം. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അവിടുത്തെ ചില വാചകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാല അല്ലാഹു തആല ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ യഖൂൽ കമാ ശഖഖതുൽ ഖമറ കദാലിക ഉഖീമുസ് സാഅ. ചന്ദ്രനെ നാം പിളർത്തിയില്ലേ, ചന്ദ്രനെ നാം പിളർത്തിയില്ലേ, അതുപോലെ അന്ത്യനാളും നിങ്ങളിലേക്ക് ഞാൻ സംഭവിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ ലോകത്ത് മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത പലതും ഇവിടെ വരാൻ പോവുകയാണ്. പലതും അവിടുന്ന് പ്രവചിച്ചു കഴിഞ്ഞു, പലതും അവിടുന്ന് പ്രവചിച്ചു പോയല്ലോ, പലതും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു, ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, വരാനിരിക്കുന്നു. മലിക്കുൽ ജബ്ബാറവനല്ലാതെയല്ല മറഞ്ഞ കാര്യം അറിയുന്നോനായി സുബ്ഹാനല്ലാഹ്